ഡിഗ്രി, PG, PhD എന്നൊക്കെ പറയുന്ന ഒരു ഷൈനിങ് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസത്തിന്റെ അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്ട്രീം വിദ്യാഭ്യാസത്തിന്റെ കാലഘട്ടം കഴിഞ്ഞു. കാരണം നമ്മൾ ജീവിക്കുന്ന ഒരു ലോകം വളരെ വ്യത്യസ്തമായ ഒരു ലോകമാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ലോങ് ടേം കരിയറിനൊന്നും ഇനിയുള്ള ഒരു തലമുറ പ്ലാൻ ചെയ്യൊന്നുമില്ല. ഇനിയുള്ള ഒരു തലമുറക്ക് വേണ്ടത് ഒരു ഷോർട്ട് ടേം കരിയറുകളും ആ ഒരു കരിയറുകൾ സ്വിച്ച് ചെയ്യാനുള്ള ധൈര്യവുമാണ്. അതായത് എനിക്ക് ചേരാത്ത അല്ലെങ്കിൽ ലോകത്ത് നിലനിൽപ്പില്ലാത്ത ഒരു സ്ട്രീമിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ ഞാൻ അതിൽ നിന്ന് പുതിയൊരു സ്ട്രീമിലേക്ക് മാറാൻ എനിക്ക് പറ്റണം. അതിനുവേണ്ടി പ്ലാൻ ചെയ്യാൻ പറ്റണം. അല്ലാതെ ഞാനൊരു 25 വർഷം പഠിച്ചു, ആ പഠിച്ച ഒരു ജോലി ഞാൻ ചെയ്യണം എന്ന് പറയുന്ന ഒരു തോട്ട് പ്രോസസ് ഒക്കെ മാറേണ്ട സമയം. പാരൻസും ശരിക്കും ഇങ്ങനെ തന്നെ ചിന്തിക്കണം. ഇപ്പോ പാരന്റൽ പ്രഷർ ഭയങ്കരമാണ്. അതായത് പലപ്പോഴും പാരൻസിന് യാതൊരു ഐഡിയ ഇല്ല. പാരൻസ് എന്താ ചെയ്യുന്നത്? എല്ലാവരും ചെയ്യുന്നത് പോലെ ഒരു 10ാം ക്ലാസ് കഴിയുമ്പോൾ ഒരു ഫുൾ A+ കിട്ടുകയോ അല്ലെങ്കിൽ ഒരു ആവറേജ് മാർക്കൊക്കെ കിട്ടുന്ന എല്ലാ കുട്ടികളെയും കൊണ്ട് ഈ സയൻസ് സ്ട്രീമിൽ ഇടുകയാണ്. അവരുടെ ചിന്ത എന്താണ്? സയൻസ് സ്ട്രീമിൽ മാത്രമാണ് രക്ഷയുള്ളൂ. ഇനിയിപ്പോ പുതിയ പരസ്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് കൊമേഴ്സ് സ്ട്രീമിലും രക്ഷയുണ്ട്. അതായത് സയൻസിലും കൊമേഴ്സിലും മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറയുന്ന ഒരു തോട്ട് പ്രോസസ്സ് മാറി എഡ്യൂക്കേഷനെ ഫ്രൂട്ട്ഫുൾ ആക്കുക എന്ന് പറയുന്ന ഒരു തോട്ട് പ്രോസസ്സിലേക്ക് മാറണം. അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ ഒരാൾക്കും ഈ പറയുന്ന പല സ്ട്രീമുകളിലേക്ക് തിരിഞ്ഞ് സ്വന്തമായി ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന അവസരം ഉണ്ട് എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അല്ലാതെ നമ്മൾ കുറേ പഠിച്ചു, ചുമ്മാ ഒരു ലക്ഷ്യമില്ലാതെ കുറേ പഠിക്കുന്ന ഒരു കാലഘട്ടം മാറി. നമ്മൾ ചുമ്മാ കുട്ടികളെ കോച്ചിങ് സെന്ററുകളിലും പല സ്ഥലത്തും കൊണ്ടുപോയിടാണ്. ഒരു ഐഡിയ ഇല്ല. അതായത് ലോകം എങ്ങനെ മാറുന്നു എന്നതിനെ കുറിച്ച് പാരൻസിന് ഒരു ഐഡിയ ഇല്ല, കുട്ടികൾക്കൊരു ഐഡിയ ഇല്ല. ശരിക്കും ലോകം മാറുന്നത് മനസ്സിലാക്കുന്ന, നമ്മുടെ ചുറ്റുപാടുകൾ മാറുന്നത് മനസ്സിലാക്കുന്ന ഒരു തലമുറയെ നമുക്ക് വേണ്ടത്. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഒരു ലോങ് ടേം സർവൈവലിന് അല്ലെങ്കിൽ ഒരു ഭാവിയുടെ ലോകത്തിൽ സർവൈവ് ചെയ്യാൻ ഈ കുട്ടികൾക്ക് കഴിയുകയുള്ളൂ. ഇങ്ങനെ വരുന്ന ഒരു മോഡലിൽ വേണം എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്യാൻ. കറക്റ്റ് ബ്രേക്കുകൾ നമ്മൾ എടുക്കണം. എഡ്യൂക്കേഷനിൽ നമ്മൾ 10th കഴിയുമ്പോൾ ഒരു ബ്രേക്ക് എടുക്കണം, 12th കഴിയുമ്പോൾ ഒരു ബ്രേക്ക് എടുക്കണം, ഡിഗ്രി കഴിയുമ്പോൾ ഒരു ബ്രേക്ക് എടുക്കണം, PG കഴിയുമ്പോൾ ഒരു ബ്രേക്ക് എടുക്കണം. ഇനി കരിയറിൽ കയറി നമ്മളൊരു ജോലിക്ക് കയറിയാലും എന്താണ്, നമുക്കൊരു ബ്രേക്ക് എടുത്ത് നമുക്ക് ചിന്തിക്കാനുള്ളൊരു സമയം കിട്ടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ഇങ്ങനെ ചിന്തിക്കുന്നവർക്കാണ് ഒരുപാട് ഉന്നതിയിലേക്ക് എത്താൻ കഴിയുക. ശരിക്കും നമ്മൾ ലോകം കീഴടക്കിയ അല്ലെങ്കിൽ ലോകത്ത് മാറ്റങ്ങൾ വരുത്തിയ ആളുകളൊന്നും നോക്കിയേ, അവരൊക്കെ ആമ്പിൾ ബ്രേക്സ് അവരുടെ ജീവിതത്തിൽ കൃത്യമായ സമയങ്ങളിൽ എടുത്തു പോയിട്ടുണ്ട്. ഈ ബ്രേക്ക് എടുക്കുമ്പോൾ മാത്രമാണ് മനുഷ്യന് ചിന്തിക്കാൻ പറ്റുള്ളൂ. ചിന്തിക്കുമ്പോഴാണ് നല്ല നല്ല റിസൾട്ടുകൾ കിട്ടുക. അപ്പൊ നമ്മളുടെ കുട്ടികളെ നമ്മൾ എന്ത് വേണം? നമ്മൾ ഇതുപോലെയുള്ള ചിന്തിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക. അവരുടെ അടുത്ത് പറയുക, എക്സ്പ്ലോർ അബൌട്ട് ദ കരിയേഴ്സ്, ഫ്യൂച്ചർ കരിയേഴ്സിനെ കുറിച്ച് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക, സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കുക, നിങ്ങളുടെ കഴിവുകളെ കുറിച്ച് മനസ്സിലാക്കുക. അതിനെക്കുറിച്ചൊരു പുനർവിചിന്തനം നടത്തി നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും പുതിയ മോഡലിലേക്ക് മാറാൻ കഴിയുകയൊക്കെ ചെയ്യാൻ പറ്റണം എന്ന് പറയുന്ന ഒരു തോട്ട് പ്രോസസ്സ് നമ്മൾ കുട്ടികൾക്ക് നൽകണം. എഡ്യൂക്കേഷൻ ആക്ച്വലി പ്രൊവൈഡ് ചെയ്യേണ്ടത് ഈ ഒരു തോട്ട് പ്രോസസ്സാണ്. സെൽഫ് റിയലൈസേഷൻ അല്ലെങ്കിൽ പല കാര്യങ്ങളിലും നമ്മൾക്ക് എക്സ്പ്ലോർ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു മോഡലിൽ വേണം കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ. അല്ലാണ്ട് എല്ലാവരും പോകുന്ന പോലെ ഒരൊറ്റ സ്ട്രീമിൽ മുന്നോട്ട് പോകാം എന്ന് പറയുന്ന ഒരു തെറ്റിദ്ധാരണ നമ്മൾ മാറ്റിവെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.